എടാ അപ്പോൾ 101 സീരീസിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? തുടങ്ങാം. എടാ നോക്കിയടാ, ഒരു ഫിഗറിൽ 2 കോഡുകൾ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസ് ചെയ്ത റിലേഷൻ തന്നെയായിരിക്കും ഇവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, നോക്കിയടാ, 1ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് വിച്ച് ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗിൾ എ എന്നാണ്. അതായത് എ എന്ന് പറയുന്ന ഈ ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ആംഗിൾ ഇവിടെ എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. നോക്കിയടാ, ഇവിടെ എ എന്ന് പറയുന്ന ആംഗിൾക്ക് തുല്യമായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു, ഒരു ആർക്ക് ഒരു സെഗ്മെന്റിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരച്ച് കാണിച്ചു തരാം. അതാണ്ട് ഒരു സർക്കിള്, ഞാൻ ഈ ആർക്ക് ഇവിടെ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ ഇവിടെയും സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ഇവിടെ എക്സ് ആയിരിക്കും, ഇവിടെയും സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ എക്സ് ആയിരിക്കും, ഇവിടെ എവിടെ സബ്റ്റെൻഡ് ചെയ്താലും ആംഗിൾ എക്സ് ആയിരിക്കും. 50 ആണെങ്കിൽ എല്ലാവരും 50 ആയിരിക്കും, 60 ആണെങ്കിൽ എല്ലാവരും എന്തായിരിക്കും ഇവിടെ 60 ആയിരിക്കും. അപ്പോൾ നോക്കിയടാ, ഈ ബി ഡി എന്ന് പറയുന്ന ആർക്ക് ഇവിടെ എയിലും സബ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, സിയിലും സബ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം എയും സിയും ഈക്വൽ ആംഗിൾസ് എന്നാണ്. ചോദിച്ചത് എന്താ? വിച്ച് ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗിൾ എ. അപ്പോൾ ഏതാടാ ആംഗിൾ എക്ക് തുല്യം? ആംഗിൾ സി. അതാദ്യം അപ്പോൾ മാർക്ക് ചെയ്യാം. അവിടെ തീർന്നു, അതിൻ്റെ ആൻസർ തീർന്നു. ഇനി ഒരു പെയറും കൂടെ എഴുതാനാണ്. എയും സി അവർക്ക് പോരാ, അവർക്ക് ഒരു പെയറും കൂടെ വേണം. ഉണ്ട്, ഈ ഫിഗറിൽ ഒരു പെയറും കൂടെ ഉണ്ട്. നോക്കിയടാ, ഡി എന്ന് പറയുന്ന ഈ ആംഗിൾ എല്ലാവരും കണ്ടു കാണുക. ഡി എന്ന് പറയുന്ന ആംഗിൾ ഇവൻ ഉണ്ടാക്കുന്നത് എ സി എന്ന് പറയുന്ന ആർക്കിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ്. എ സി എന്ന് പറയുന്ന ആംഗിൾ ആർക്കിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ് ഡി. അതേ എ സി സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ് ആരുടെ? ബി. അപ്പം ഡി ആർക്ക് ഈക്വൽ ആയിരിക്കും? ബിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അടുത്ത സെറ്റ് ഏതായിരിക്കും? ഡി ഈക്വൽ ടു ബി ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ സെറ്റിൽ എ ഈക്വൽ ടു ആംഗിൾ ഏതായിരുന്നു? സി ആയിരുന്നു. അടുത്ത സെറ്റ് നമുക്ക് മനസ്സിലായി ഡി ഈക്വൽ ടു ഏതാ? ബി ആണ്. 2 സെറ്റും കുഴപ്പമില്ല. സെഗ്മെന്റ് നോക്കുക, ഒരേ സെഗ്മെന്റിൽ ഒരു കോഡ് അല്ലെങ്കിൽ ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ഫുൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അവിടെ സെറ്റല്ലേ? എ പാർട്ടും ബി പാർട്ടും ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുകടാ, സി പാർട്ടില് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ഡി എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ഡി? പി ഡി കണ്ടുപിടിക്കാൻ നോക്കിയടാ, 2 കോഡുകൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന റിലേഷൻ നമുക്കറിയാം. എന്താ റിലേഷൻ? പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു. അതുകൊണ്ട് ഈ 2 പോർഷന്റെ പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി എക്ക് പകരം എന്ത് കൊടുക്കാടാ? 8. പി എക്ക് പകരം 8, പി ബിക്ക് പകരം 6, പി സിക്ക് പകരം 4, പി ഡിക്ക് പകരം അറിഞ്ഞൂടാ. അപ്പം പി ഡി തന്നെ കൊടുക്കാം. ഇനി നോക്കിയടാ, ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യാൻ കുഴപ്പമില്ല. 6 × 8 48. 48 ഈസ് ഈക്വൽ ടു 4 × പി ഡി. അവിടെ നിന്ന് പി ഡി എന്ത് കിട്ടൂടാ? അവിടെ നിന്ന് പി ഡി 48/4 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇത് ഡൗട്ടുള്ള പിള്ളേർ ഇനി ഇല്ല ഇവിടെ. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ മാക്സിമം ചെയ്ത്. അപ്പോൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അവിടെ നിന്ന് ആരെ കണ്ടുപിടിച്ച് നിർത്തി? പി ഡി കണ്ടുപിടിച്ച് നിർത്തി. അപ്പോൾ എ പാർട്ട് ക്വസ്റ്റ്യൻ, ബി പാർട്ട് ക്വസ്റ്റ്യൻ, സി പാർട്ട് ക്വസ്റ്റ്യൻ ഒരു കുഴപ്പമില്ലാതെ പോയി. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ട് നോക്കാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ഡി? അതായത് എ ഡി എന്ന് പറയുന്ന ഈ കോഡിൻ്റെ നീളം കണ്ടുപിടിക്കണം. ഓക്കെ, ഈ കോഡിൻ്റെ നീളം കണ്ടുപിടിക്കണം. എടാ ഇവിടെ നോക്കിയടാ, ഈ 2 ട്രയാങ്കിൾസ് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആദ്യം ഏതാണ്ട് ഞാൻ ഇവിടെ 2 പച്ച കളറിൽ 2 ആംഗിൾസ് മാർക്ക് ചെയ്തു. എന്ത് ആംഗിൾസ്? അത് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ്. 2 ചുവപ്പ് കളറിൽ ഞാൻ 2 ആംഗിൾസ് മാർക്ക് ചെയ്തു. അതും എന്താണ്? ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ്. ഇനി നമുക്ക് ഒരു ആംഗിൾ കൂടെ വേണമെങ്കിൽ മാർക്ക് ചെയ്യില്ലെങ്കിൽ കുഴപ്പമില്ല. ഏതാ? ഈ 2 ആംഗിൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അതും ഈക്വൽ അല്ലേടാ? 2 ട്രയാങ്കിൾസിന്റെ 3 ആംഗിൾസുകൾ തമ്മിൽ ഈക്വലായി, കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വൽ ആയാൽ ഈ 2 ട്രയാങ്കിൾസും എന്ത് ട്രയാങ്കിൾസ് ആയിരിക്കും? സിമിലർ ട്രയാങ്കിൾസ്, സദൃശ ത്രികോണങ്ങളായിരിക്കും. 2 ട്രയാങ്കിൾസ് എന്തായിരിക്കും? സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോൾ അവിടെ സൈഡ്സുകൾ ഒരിക്കലും ഈക്വൽ ആവില്ല. സൈഡ്സിന്റെ റേഷ്യോ ആയിരിക്കും ഈക്വൽ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത് നമ്മൾ സൈഡ്സിന്റെ റേഷ്യോ ആയിരിക്കും ഈക്വൽ ആവുന്നത്. അപ്പോൾ നമുക്ക് ആ റേഷ്യോ എങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഏതൊക്കെ ആംഗിൾസ് ഈക്വൽ എന്ന് എഴുതുന്നില്ല. നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? എ സിക്ക് ഈക്വൽ എന്നും അടുത്ത് ബി ഏതാ? ബി ഡിക്ക് ഈക്വൽ എന്നും എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് സിമിലർ എന്ന് എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കണേ. ഫസ്റ്റ് ട്രയാങ്കിളിന്റെ പേര് ഞാൻ തോന്നുന്ന പോലെ കൊടുക്കുകയാണ്. എ പി ഏതാ? ഡി. അതിന് ഓർഡർ ഒന്നുമില്ല. എ ഡി പി എന്നോ എ പി ഡി എന്നോ ഡി എ പി എന്നോ എങ്ങനെയാണോ എഴുതാം. ഇനി സിമിലാരിറ്റി എന്നൊരു സിമ്പിൾ ഉണ്ട്. എന്താ? ഇതാണ് സിമിലർ ട്രയാങ്കിളിന്റെ സിമ്പിൾ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കറസ്പോണ്ടിങ് പേര് തന്നെ, ആംഗിൾസിന്റെ പേര് തന്നെ എഴുതിക്കോണം. അതായത് അടുത്ത ട്രയാങ്കിളിന്റെ പേര് എഴുതുമ്പോൾ നിങ്ങൾ നോക്കി എഴുതണം. എക്ക് കറസ്പോണ്ടിങ് ആരുതാ? പച്ച ആരാ? സി ആണ് കറസ്പോണ്ടിങ്. അപ്പം അവിടെ എന്ത് എഴുതൂടാ? സി.
അടുത്ത് പിക്ക് കറസ്പോണ്ടിങ് ആര്? പിക്ക് കറസ്പോണ്ടിങ് പി തന്നെ, കണ്ടോ, നീല. പിക്ക് കറസ്പോണ്ടിങ് പി തന്നെ. ഡിക്ക് കറസ്പോണ്ടിങ് ആരുടാ? ബി. ഡിക്ക് കറസ്പോണ്ടിങ് ബി. ഇങ്ങനെ പേരെഴുതിയാലുള്ള ഗുണം സൈഡ്സിന്റെ റേഷ്യോ എഴുതുമ്പോൾ ഒരിക്കലും തെറ്റില്ല. ഫിഗർ പോലും നോക്കാതെ നമുക്ക് സൈഡ്സിന്റെ റേഷ്യോ എഴുതാം. അപ്പൊ ശ്രദ്ധിക്കുക, 3 ആംഗിൾസുകൾ ഈക്വൽ ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ട്രയാങ്കിൾ ആടാ? സിമിലർ ട്രയാങ്കിൾ ആണ്. സിമിലർ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? സൈഡ്സുകൾ ഈക്വൽ അല്ല, പക്ഷേ അവരുടെ റേഷ്യോസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ സിമിലാരിറ്റി സിമ്പിൾ വെച്ച് രണ്ടുപേരുടെ പേര് കറക്റ്റ് ആയിട്ട് എഴുതി. ഇനി സിമ്പിൾ ആണടാ, ഇവിടെ നോക്കിയടാ, പേര് എഴുതാൻ നോക്ക്. എ പിക്ക് കറസ്പോണ്ടിങ് ആര്? അപ്പം എ പി ബൈ സി പി ഈസ് ഈക്വൽ ടു, കണ്ടോ, ഫിഗർ നോക്കുക, പേര് നോക്കുക, റേഷ്യോ എഴുതുക, ഈക്വൽ ടു നോക്കിയടാ, പി ഡി ബൈ പി ബി ഈസ് ഈക്വൽ ടു, അടുത്ത് എ ഡി ബൈ സി ബി. പേര് നോക്കുക, റേഷ്യോസ് അങ്ങ് നേരത്തെ അങ്ങ് എഴുതുക. ഫിഗർ പോലും ഞാൻ നോക്കിയില്ല. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, പേര് എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ ഫിഗർ പോലും നോക്കാതെ റേഷ്യോ എഴുതാൻ പറ്റും. 9ാം ക്ലാസ് നമ്മൾ പഠിക്കുന്ന സാധനമാണ്. അപ്പൊ ഇനി നോക്കടാ, എനിക്ക് എല്ലാവരെയും ഒന്നും വേണ്ട, കണ്ടുപിടിക്കേണ്ടത് എ ഡി. അതുകൊണ്ട് തന്നെ എ ഡി കണ്ടുപിടിക്കണോണ്ട് തന്നെ എ ഡിയും സി ബിയും വരുന്ന ഈ റേഷ്യോ മസ്റ്റായിട്ട് എനിക്ക് വേണം. ബാക്കി 2 പേരിൽ ആരെങ്കിലും എടുത്താൽ മതി. ഞാൻ ആരാ? എ പി സി പി അങ്ങ് എടുക്കുക. അതായത് ഈ 2 പേരെ മാത്രം ചൂസ് ചെയ്യാൻ പോവുകയാണ്. പറഞ്ഞേടാ, ഒന്ന് എടുത്തെഴുതാം. എ പി ബൈ സി പി ഈസ് ഈക്വൽ ടു എ ഡി ബൈ സി ബി. പറഞ്ഞേടാ, എ പിക്ക് പകരം കൊടുക്കാൻ ആളുണ്ട്, എത്ര? 8. സി പിക്ക് പകരം കൊടുക്കാനും ആളുണ്ട്, 4. എ ഡിക്ക് പകരം കൊടുക്കാൻ ആളില്ല, അതുകൊണ്ട് എ ഡി. സി ബിക്ക് പകരം കൊടുക്കാൻ ആര്? 4. എല്ലാവരും ഉണ്ട്, ആരില്ല? എ ഡി ഇല്ല. ഇനി നോക്കടാ, ഈ 4നെ ഡിവിഷനാണ്, അപ്പുറത്തും എന്താവും? മൾട്ടിപ്ലിക്കേഷനാവും. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്ത പിള്ളേരാണ്. ഈ നോക്കിയടാ, ഇക്വേഷൻ അപ്പുറവും ഇപ്പുറവും, ഡിനോമിനേറ്റേഴ്സിൽ ഇരിക്കുന്ന ആൾ കോമൺ ആൾക്കാരാണെങ്കിൽ വെട്ടിക്കൂടാ. അപ്പോൾ ഈ 4ഉം 4ഉം കൂടെ എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. എന്തായാലും ഇവിടെ മോളി വരും, അപ്പോഴും ക്യാൻസൽ ചെയ്യാം, ഇപ്പോഴേ ക്യാൻസൽ ചെയ്യാം. അവിടെ നിന്ന് എ ഡി എത്ര കിട്ടുകൂടാ? നമുക്ക് 8 സെന്റിമീറ്റർ എന്ന് കിട്ടും. Therefore the D part AD is equal to 8 സെന്റിമീറ്റർ. സിമ്പിൾ സാധനം. ആ കോൺസെപ്റ്റ് കിട്ടിയാൽ മതി സിമിലാരിറ്റിയുടെ. അപ്പോൾ എ പാർട്ട് ക്വസ്റ്റ്യനിൽ നമ്മൾ അതായത് 3 പാർട്ട് നമ്മൾ ഈ വർഷം പഠിച്ചതായിരിക്കും. സിമിലർ ട്രയാങ്കിൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം. ഓക്കെ ഇല്ലടാ, വളരെ പഠിച്ചോടെ, ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. ശരി, അടുത്ത. ഓക്കെ, അവിടെയും കോഡ് ആംഗിളൊക്കെ തന്നെയാണ്, സർക്കിൾ ഇതൊക്കെ ഉള്ളൂടാ. നമുക്ക് കോൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ മാക്സിമം ഒന്ന് നല്ല വൃത്തി ഒന്ന് അനലൈസ് ചെയ്യണം, എങ്ങനെ ചെയ്താൽ കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. നോക്കിയടാ, സി എന്ന് പറയുന്ന ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. സി എന്ന് പറയുന്ന ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ഡി എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ചോദ്യം. ചിന്തിക്കാനൊന്നുമില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു, ഒരു സെഗ്മെന്റിൽ സബ്റ്റൻഡ് ചെയ്യുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 30 ആണെങ്കിൽ ഇവനും 30, ഇപ്പുറത്തൊരുത്തം വന്നാൽ അവനും 30, അവന്റെ അപ്പുറത്തൊരുത്തം വന്നാൽ അവനും 30, എല്ലാവരും എന്തായിരിക്കും? 30 ആയിരിക്കും. അപ്പൊ സി 30 ആണെങ്കിൽ ഡി എന്തായിരിക്കും? 30 ആയിരിക്കും. അപ്പൊ എ പാർട്ട് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ 30. അടുത്ത ബി പാർട്ട് ക്വസ്റ്റ്യൻ, കൊച്ചു പിള്ളേർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് എ ബി ഡി? സർക്കിൾ തുടങ്ങുമ്പോഴേ ഫസ്റ്റ് പഠിക്കുന്ന ഇതാ നമ്മൾ. എന്താ? ആംഗിൾ ഓൺ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് റൈറ്റ് ആംഗിൾ, അല്ലെങ്കിൽ 90 ഡിഗ്രി. ഒരു ഡയമീറ്റർ സബ്റ്റൻഡ് ചെയ്യുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത്, അതായത് എ ബി ഡി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അവിടെ ഒന്ന് ചിന്തിക്കുക, ഒരു മറുചിന്ത വേണ്ട, ഡയറക്റ്റ് ആയിരിക്കോ എ ബി ഡി എന്താടാ? 90 ഡിഗ്രി. എ പാർട്ട് ക്വസ്റ്റ്യൻ ഓക്കെയാണ്, ബി പാർട്ട് ക്വസ്റ്റ്യനും ഓക്കെയാണ്, സി പാർട്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കുക. വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ എന്നാണ്. ഡയമീറ്റർ കണ്ടുപിടിക്കുക. എടാ, നമുക്ക് ഇവിടെ ഒരു കോഡ് അറിയാം, എ ബി എന്ന് പറയുന്ന ഒരു കോഡ് അറിയാം. അടുത്ത് എ ബി സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 30 എന്നറിയാം, കോഡും അറിയാം, ആ എ ബി സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 30 എന്നും അറിയാം. എങ്കിൽ ഡയമീറ്ററോ റേഡിയസോ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല നമ്മൾ ട്രിഗണോമെട്രി പഠിക്കുന്നുണ്ട്. അതിവിടെ ഒന്ന് അപ്ലൈ ചെയ്തുകൂടെ? നമുക്ക് ആ ഫോർമുല ശ്രദ്ധിച്ചിരിക്കണേ. അതായത് എ ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡ്, എ ഈസ് ഈക്വൽ ടു 2r sin x എന്നാ പഠിക്കുന്നത്. ഈ 2r എന്ന് പറഞ്ഞാൽ ആരാടാ? ഡയമീറ്റർ. ചോദിക്കുന്നത് ഡയമീറ്റർ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഫോർമുല മാറ്റും d sin x. ചോദിക്കുന്നത് റേഡിയസ് ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഫോർമുല മാറ്റും 2r sin x. ഞാൻ രണ്ടും എഴുതുകയാണ്. ജനറലി നമ്മൾ പഠിക്കുന്നത് എന്താ? 2r sin x എന്നാണ്, അല്ലെങ്കിൽ a ഈസ് ഈക്വൽ ടു d sin x എന്നാണ്.
ഓക്കെ, ഇവിടെ നമ്മൾ ഏതാണ് സ്യൂട്ടബിൾ? അപ്പോൾ രണ്ട് ഫോർമുല ഉണ്ട്. ഈ രണ്ട് ഫോർമുലയിൽ ഏത് ചൂസ് ചെയ്യണോ നമ്മൾ തീരുമാനിക്കും. നോക്കിയടാ, റേഡിയസ് ആണ് ചോദിച്ചതെങ്കിൽ A = 2r sin x എടുക്കും. ഡയമീറ്റർ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് എടുക്കൂടാ? A = d sin x എന്ന് എടുക്കും. അതിൽ A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോഡിന് നിങ്ങൾ അറിയാം 4. x എന്ന് പറഞ്ഞാൽ ആ കോഡ് സർക്കിളിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ, അതും നമുക്കറിയാം. എത്ര 30 ഡിഗ്രി. ഇനി എന്ത് ചെയ്താൽ മതിയടാ? ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഫോർമുലയിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഏതാ? A = d sin x. ശ്രദ്ധിച്ചിരിക്കണേ, A = d sin x. എക്ക് പകരം 4, ഡിക്ക് പകരം കൊടുക്കാനായിട്ട് ഒന്നുമില്ല. പക്ഷെ sin x എന്ന് പറഞ്ഞാൽ sin 30 ഡിഗ്രി. ഡിക്ക് പകരം എന്ത് കൊടുത്തടാ? 30 എക്സിന് പകരം എന്ത് കൊടുത്തു? 30 ഡിഗ്രി എന്ന് കൊടുത്തു. ഇനി sin 30 പഴയ പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം. sin 30 എന്താ? sin 30 1/2 പഠിച്ചു വയ്ക്കണം കേട്ടോ. സൈനും കോസും ടാൻ്റെ കുറച്ച് ആംഗിൾസ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കുക. നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും പറയാം. ട്രിഗണോമെട്രിയൊക്കെ എത്തുമ്പോൾ എല്ലാം പറഞ്ഞു തരും. ഇപ്പം നിങ്ങൾ sin 30 ഓർക്കുക. എത്ര? 1/2. നോക്കിയടാ, 4 = d × sin 30ക്ക് പകരം 1/2. ഈ 2 ഇങ്ങോട്ട് പോകില്ലേടാ? അപ്പോൾ d = 2 4 ഗുണിച്ചാൽ മതി. 4 × 2. Therefore, the answer is 8 centimeter is the diameter of the circle. സിമ്പിൾ അല്ലേ സാധനം? ബാക്കി ക്വസ്റ്റിലോട്ട് പോയാലോ നമുക്ക്? ഇതുവരെ ഓക്കെ ആണല്ലോ എല്ലാവർക്കും? സെറ്റല്ലേ? ഓക്കെ. ശരി സാറേ, എവിടെ കാണാനില്ല സാറേ? ബാക്കി ചെയ്യണ്ടേ നമുക്ക്? ആ എന്താ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു വലിയ ക്വസ്റ്റ്യൻ ചെയ്തോണ്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളെ മൈക്കൊന്ന് ഓണായി വന്നാലേ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഞാനേ മൈക്കൊന്ന് ഓണായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എടാ, ഇത് നല്ല രസമുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇതല്ലേ ഒന്നുമില്ല, കുറച്ച് ആംഗിൾ ശ്രദ്ധിക്കല്ലേ. നമ്മളിങ്ങനെ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിളുകളൊക്കെ എവിടെ കിടക്കുന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരു 3 കോൺസെപ്റ്റ് പറഞ്ഞുതരാം, എന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഒന്നുമില്ല, നമ്മൾ ഈ ഒരു സെമി സർക്കിൾ, ഇതൊരു സെമി സർക്കിളാണെന്നൊക്കെ വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഒരു ആംഗിള് കണ്ട, ഒരു വേറൊരു കളർ വെച്ച ആംഗിൾ വൈറ്റ്, ഇങ്ങനത്തെ ഒരു സർക്കിളിലാണ് ഒരു ആംഗിൾ കിടക്കുന്നതെങ്കിൽ ആ ആംഗിളിൻ്റെത് 90 ഡിഗ്രി ആയിരിക്കും. പുള്ളിക്കാരൻ 90 ആയിരിക്കും. ക്ലിയർ? ഇനി സർക്കിളിന് പുറത്താണ് ഇതെല്ലാം കണക്ട് ചെയ്യണത്. ആ സെമി സർക്കിളിൻ്റെ 2 പോയിന്റിൽ വേണം കണക്ട് ചെയ്യാൻ. ഈ ഒരു AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആയിരിക്കണം. ഡയമീറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആംഗിളല്ലായിരിക്കണം. സർക്കിളിൻ്റെ പുറത്താണെങ്കിൽ ഇവന്മാരൊക്കെ വീട്ടിൻ്റെ പുറത്ത് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുക. വീടിൻ്റെ പുറത്ത് പറഞ്ഞേക്കുന്നവന്മാർക്ക് വിലയില്ല, ഒരു വിലയില്ല. നമ്മളൊന്നും പഠിച്ചില്ലെങ്കിൽ നമ്മളും വീട്ടിൻ്റെ പുറത്താവും, നമുക്ക് വില കിട്ടത്തില്ല. കുത്തിയിരുന്ന് പഠിച്ചോണം. ഇവന്മാരുടെ വാല്യൂ ഒക്കെ കുറവ്, ഒരു 60 ആയിരിക്കാം, 70 ആയിരിക്കാം, 80 ആയിരിക്കാം, 90-നേക്കാളും കുറവായിരിക്കും. പക്ഷെ വീടിൻ്റെ അകത്തുള്ളവന്മാർക്കോ 10ാം ക്ലാസ്സിൽ ഫുൾ മാർക്കൊക്കെ വാങ്ങിച്ചാൽ വീടിൻ്റെ അകത്ത് എങ്ങനെയൊക്കെ ഇരുന്ന് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പം എന്താണ്? നല്ല മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വലിയ വിലയായിരിക്കും. വിലയെന്ന് പറഞ്ഞാൽ 90-നേക്കാളും കൂടുതലായിരിക്കും. എന്നാൽ നിങ്ങൾ ആംഗിൾ ഇവിടെയൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ ഈ ഒരു 100 ഡിഗ്രി 110 ഡിഗ്രിയൊക്കെ ആയിരിക്കും ആംഗിൾ. ഈ 3 വെച്ചങ്ങ് പഠിക്കാം. AB എന്ന് പറഞ്ഞ ഡയമീറ്റർ ആണെങ്കിൽ ഓക്കെ, അത് അവിടെ നിന്ന് ആ A നിന്ന് B എന്ന് പറയുന്ന 2 ലൈൻ സർക്കിളിലാണ് കൂട്ടിമുട്ടുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ആയിരിക്കും. സർക്കിളിന്റെ പുറത്താണെങ്കിൽ 90-യേക്കാളും ചെറുതായിരിക്കും. സർക്കിളിന്റെ അകത്താണെങ്കിൽ 90-യേക്കാളും കൂടുതലായിരിക്കും. ഇതാണ് കോൺസെപ്റ്റ്. എങ്കിൽ ഇവിടെ നോക്കിയ കുട്ടികളെ, നിങ്ങൾ ക്വസ്റ്റ്യൻ കുറച്ച് ആംഗിൾ നിന്നിട്ടുണ്ട്. ഇഫ് എ സർക്കിൾ ഇസ് ഡ്രാൺ വിത്ത് ദ AB as ഡയമീറ്റർ, AB ഡയമീറ്റർ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അങ്ങനെ നിങ്ങൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിളൊക്കെ എവിടെ കിട്ടുമെന്ന് ഒന്ന് പറയടാ. 50 എന്ന് പറയുന്നവൻ ഞാൻ പറഞ്ഞു വിലയില്ല 90-നേക്കാളും കുറവാണ്. ഇവനെ വീട്ടിൽ നിന്ന് പുറത്ത് പറഞ്ഞേക്ക്. 90-നേക്കാളും കുറവാണെങ്കിൽ അവൻ എവിടെ കിട്ടും? AB ഡയമീറ്റർ ആക്കി നിങ്ങളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇവൻ എവിടെ കിടക്കും? 50 എവിടെ കിടക്കും? വീട്ടിന്റെ പുറത്ത് കിടക്കും, സർക്കിളിന്റെ പുറത്ത് കിടക്കും. അപ്പൊ 50 എവിടെ കിടക്കും? പുറത്ത് കിടക്കും. ക്ലിയർ ആണേ? അപ്പോ ഈ എന്ന് പറഞ്ഞ ആംഗിൾ ആരാ? എടാ അവിടെ തന്നെ തന്നിട്ടുണ്ടല്ലേ 90 ഡിഗ്രി അല്ലെ? ഇത് ഇങ്ങനെ 90 ഡിഗ്രി എവിടെ കിടക്കൂടാ? ഓൺ ദി സർക്കിൾ. അപ്പൊ B എന്ന് പറഞ്ഞ ആംഗിൾ എവിടെ കിടക്കൂടാ? E എന്ന് പറഞ്ഞ ആൾ എവിടെ കിടക്കൂടാ? ക്വസ്റ്റ്യൻ E ആണല്ലേ? E എവിടെ കിടക്കൂടാ? ഈ ഓൺ ദി സർക്കിളിൽ കിടക്കും. ഇനി C എവിടെ കിടക്കൂടാ?
ഔട്ട്സൈഡ് ദി സർക്കിളിൽ കിടക്കും. ഡി എവിടെ കിടക്കൂടാ? ഇൻസൈഡ് ദി സർക്കിൾ കിടക്കും. പ്രൊവൈഡഡ് എയും ബി എന്തായിരിക്കണം? ഡയമീറ്റർ ആയിരിക്കണം. അപ്പം 90-നേക്കാളും കൂടുതലാണ് ആംഗിൾ എങ്കിൽ സർക്കിളിന്റെ അകത്ത് കിടക്കും. 90-നേക്കാളും കുറവാണ് ആംഗിൾ എങ്കിൽ സർക്കിളിന്റെ പുറത്ത് കിടക്കും. 90 ആംഗിൾ എങ്കിൽ ഓൺ ദി സർക്കിളിൽ കിടക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അകത്ത് കിടക്കണോ പുറത്ത് കിടക്കണോ അല്ലെങ്കിൽ കട്ടിലിൽ കിടക്കണോ എന്ത് വേണോ നിങ്ങൾക്ക് തീരുമാനിച്ചോ. അപ്പൊ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പിടികിട്ടിയോ? അപ്പൊ സിയും ഡിയും ഇയും നമ്മൾ മാർക്ക് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്ട? It is possible to draw circle through the four corners A, B, C, D. എടാ എ ബി സി ഡി, എ ബി സി ഡിയിൽ കൂടെ നിങ്ങൾക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കുക. വരയ്ക്കാൻ പറ്റുമോടാ? ഇല്ല. അതങ്ങനെ വരയ്ക്കാൻ പറ്റും. ഡി ഏതാ? സർക്കിളിന്റെ അകത്ത് കിടക്കുന്ന ആംഗിൾ അല്ലേ? സർക്കിളിന്റെ അകത്ത് കിടക്കുന്ന ആംഗിളിൽ കൂടെ ചേർത്ത് വരയ്ക്കാൻ പറ്റുമോ? ആ ഡി കൂടെ പോകണമെങ്കിൽ ഡിയും 90 ആയിരിക്കണം. അപ്പം ഇറ്റ് ഈസ് പോസിബിൾ ടു ഡ്രോ എ സർക്കിൾ ത്രൂ ദ 4 പോയിന്റ്സ് എ ബി സി ഡി. സി കൂടെ വരയ്ക്കാൻ പറ്റുമോ? സി പുറത്ത് കിടക്കണല്ലേ? പറ്റത്തില്ല. അപ്പൊ എന്ന് പറയും പറ്റില്ല സാറേ, പറ്റില്ല. കാരണം ഒരുത്തം പുറത്ത് അകത്തും കിടക്കണേ. അവന്മാരെ ഒരുമിച്ച് കിടക്കാൻ പറ്റത്തില്ല. കാരണം അവന് വീടിന്റെ പുറത്ത് അവനെ അകത്തുകൊണ്ട് വരാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അങ്ങനെ എല്ലാത്തിലും കൂടെ അങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കണമായിരുന്നെങ്കിൽ ഇതൊരു ആണെങ്കിൽ അവന്മാർ ഇങ്ങനെ കിടക്കണം. ഈ ആംഗിളൊക്കെ ഇങ്ങനെ കടന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വരയ്ക്കാം നമുക്ക്. പക്ഷെ ഇത് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. കാരണം സി എന്ന് പറഞ്ഞ സർക്കിളിന്റെ പുറത്താ, മറ്റവനെ അകത്താ കിടക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. തൽക്കാലം നമുക്ക് പറ്റത്തില്ല. എന്തുകൊണ്ടാ? ഇറ്റ് ഈസ് ബിക്കോസ് ഡി ഈസ് ലൈ ഇൻസൈഡ് ദി സർക്കിൾ, സി ഈസ് ലൈ ഔട്ട്സൈഡ് ദി സർക്കിൾ. എയിലും ബിയിലും കണക്ട് ചെയ്യാൻ നമുക്ക് വരയ്ക്കാം, ഇയും വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പക്ഷേ സിയിലും ഡിയിലും നമുക്ക് കണക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റില്ല. ക്ലിയർ ആണേ? ക്വസ്റ്റ്യൻ പിടികിട്ടില്ലോ? അപ്പൊ നമ്മൾ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. 90 ആണെങ്കിൽ ഓൺ ദി സർക്കിൾ, 90യേക്കാളും കൂടുതലാണെങ്കിൽ ഇൻസൈഡ് ദി സർക്കിൾ, 90യേക്കാളും കുറവാണെങ്കിൽ ഔട്ട്സൈഡ് ദി സർക്കിൾ. 90 ആണെങ്കിൽ സർക്കിളിൽ കിടക്കും, 90-നേക്കാളും കുറവാണെങ്കിൽ സർക്കിളിന്റെ പുറത്ത് കിടക്കും, വിലയില്ല. 90-നേക്കാളും കൂടുതലാണെങ്കിൽ സർക്കിളിന്റെ അകത്ത് കിടക്കും, ഭയങ്കര വില. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഈ ഒരു ഫിഗറിനെ കുറച്ചും കൂടെ വലുതായിട്ടൊന്ന് വരച്ചിട്ടുണ്ടേ. നല്ല ക്വസ്റ്റ്യനാണ്. 3 തലകുത്തനെയൊക്കെ ചരിഞ്ഞൊക്കെ നോക്കിയാൽ കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. വേറെ ഒന്നുമില്ലടാ. റൈറ്റ് ദ മെഷർ ഓഫ് ആംഗിൾ എ. ആംഗിൾ എയുടെ മെഷർ കണ്ടുപിടിക്കുക. എ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ എ. കുട്ടികളെ നിങ്ങളൊരു കാര്യം ഇവിടെ ഓർത്തുക. ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇൻ ദ ഫിഗർ O ഇസ് ദ സെന്റർ. O എന്തെന്ന് പറയുന്നുണ്ട് കുട്ടികളെ? സെന്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നോക്കിയേ. സെന്റർ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാമല്ലോ. O എന്ന് പറഞ്ഞാൽ സെന്റർ. ഓക്കെ, ഇനി ഈ ആംഗിൾ എ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ ക്വസ്റ്റ്യൻ ഇയാൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഇയാൾ ആരുടെ? 90 ഡിഗ്രി. കണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പൊ ഈ ആംഗിൾ നമുക്കറിയാം 90 ഡിഗ്രി ആണെന്ന് അറിയാം. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ എടാ ഇത് 90 ഡിഗ്രി, ഇത് 20 എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് എത്ര ആയിരിക്കടാ? നമുക്കറിയാം ടോട്ടൽ ആംഗിൾ എത്ര കിട്ടണോടാ? 180 കിട്ടണ്ടേ? ഇത് 20 അല്ലേടാ? ഈ 20യും 90യും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 110 അല്ലേടാ? ടോട്ടൽ 180 കിട്ടണമെങ്കിൽ ഒറ്റയടിക്ക് കോൺസെപ്റ്റ് പറയടാ, ഒറ്റയടിക്ക് പറയടാ. ആംഗിൾ എത്രയാണ്? ഇത് 70 അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 180 നിന്ന് ഈ 2 ആംഗിളും കൂടെ എന്ത് ചെയ്യും? കൂട്ടിയിട്ട് കുറയ്ക്കും. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെച്ച് പറഞ്ഞാൽ മതി 90ഉം 20ഉം 110. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 70. അല്ലെങ്കിൽ നിങ്ങൾ 180ൽ നിന്നും 180ൽ നിന്നും എന്ത് ചെയ്യുക? ഈ 2 ആംഗിൾ ആഡ് ചെയ്ത് മൈനസ് ചെയ്യുക. 110 മൈനസ് ചെയ്യുമ്പോൾ 70 കിട്ടും. ഇങ്ങനെ വേണം എടുക്കാം. അപ്പോൾ നിങ്ങൾ ആ സ്റ്റെപ്പിന്റെ ഒന്നും ആവശ്യമില്ലടാ. നിങ്ങളെ തലയ്ക്കകത്തുള്ള ബേസിക് കോൺസെപ്റ്റ് യൂസ് ചെയ്യുക. അത് എത്രയാണെന്ന് കിട്ടി? നിങ്ങൾക്ക് 70 കിട്ടി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി, ആംഗിൾ എ കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് BQD? BQD എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ. കുട്ടികളെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതാണ് സംഭവം. നമുക്ക് ഷേപ്പ് ഒക്കെ എടുത്തൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. ഇതാണ് സംഭവം. എന്താ ഈ ആർക്കിനെ നിങ്ങൾ ചേർത്താൽ, ഓക്കെ, നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ ഈ ആംഗിൾ ആണ് നമ്മളെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ. ഇതാണ് സെൻട്രൽ ആംഗിൾ. ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എടാ ഫിഗർ ഇങ്ങനെ നോക്കടാ. നമ്മൾ സർക്കിൾ നമുക്കൊരു കാര്യം അറിയാലോ കുട്ടികളെ. ഇത് എന്താണ്? സെൻറ്റർ ആണെങ്കിൽ ഇങ്ങനെ ഒരു ആംഗിൾ നിങ്ങൾ വരച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ആംഗിളും വരച്ചിട്ടുണ്ട്. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയടാ? 30 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാ? ഇത് എക്സ് ആണെങ്കിൽ ഇത് x/2. ഇയാളുടെ പകുതി ആയിരിക്കും ഇവിടെ കിടക്കുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ ഇരട്ടിയായിരിക്കും സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ. പഠിച്ചില്ലേ? സെൻട്രൽ ആംഗിൾ കാരണം പ്രൊവൈഡഡ്. ഇപ്പൊ ഇത് AB, രണ്ടുപേരും ഒരേ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യണം. എന്നും ബിന്നും ആണെങ്കിൽ എയും ബിയും തന്നെ ബേസ് ഉള്ള വേറൊരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ സർക്കിളിൽ ആരെങ്കിലും ടച്ച് ചെയ്യേണ്ടത്, വേറെ പുറത്തോ അകത്തൊന്നും പാടില്ല. സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ആംഗിൾ ആണെങ്കിൽ ഇതൊരു 60 ആണെങ്കിൽ, കാരണം ഈ 2 ആംഗിളും സ്റ്റാർട്ട് ചെയ്യുന്ന സെയിം പോയിന്റ് ആണെങ്കിൽ ഇത് 60 ആണെങ്കിൽ ഇത് 30. ഇയാളുടെ പകുതി ആയിരിക്കും ഇവിടെ, അല്ലെങ്കിൽ തിരിച്ചു പറയാം ഇയാളുടെ ഇരട്ടി ആയിരിക്കും ഇവിടെ. നിങ്ങൾ ഇങ്ങനെ നോക്കടാ. ഡിയിലും ബിയിലും അല്ലെ സ്റ്റാർട്ട് ചെയ്യണ. ഈ ഡിയിലും ബിയിലും സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു ആംഗിൾ നിങ്ങൾക്ക് അറിയാം. എത്രയാ?
ഇയാൾ നോക്ക്, ഇയാൾ എത്രയാണ് ഡിയിലും ബിയിലും സ്റ്റാർട്ട് ആണ് 70 അല്ലേടാ. അപ്പൊ ഇയാളുടെ ഇരട്ടി ആയിരിക്കത്തില്ലടാ ഇവിടെ. അപ്പൊ ഇത് എത്രയായിരിക്കുംടാ 140. മനസ്സിലായോ കുട്ടികളെ? ക്ലിയർ ആണ്. ഇവന്റെ പകുതിയാണ് അവിടെ വരുന്നത്, അവന്റെ ഇരട്ടിയാണ് ഇവിടെ വരുന്നത്. സംശയം ഉണ്ടാർക്കെങ്കിലും? ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, നിസ്സാരമല്ലേ? നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. ഡിയിലും ബിയിലും തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എയും ഈ സെൻട്രൽ ആംഗിൾ. അപ്പൊ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും ഇത്, അല്ലെങ്കിൽ ഈ ആളുടെ ഇരട്ടി ആയിരിക്കും. സംശയം ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് എ പി സി? അപ്പൊ എ പി സി വിളിക്കാം. ഓക്കെ, എ പി സി ഇതാ ഇത് എ പി സി. എ പി സിയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ഏതാ പറഞ്ഞു നോക്കടാ. അത് നിങ്ങൾ നമുക്ക് ഷേപ്പ് ഒക്കെ നല്ല വൃത്തിയായിട്ട് നല്ല കിണ്ണായിട്ടുള്ള നല്ല ഫിഗർ വരയ്ക്കാം. ഓക്കെ, എ പി സി ഇതാ എ പി സി എന്ന് പറഞ്ഞാൽ അപ്പൊ എയിൽ നിന്ന് സെൻട്രൽ ആംഗിൾ ഇതാ ഇത് ഒരെണ്ണം വരയ്ക്കുക. ഓക്കെ, എന്ത് എ പി സി. ഓക്കെ, എ പി സി. എന്നിട്ട് എന്താണ് എ പി സിയുടെ സെൻട്രൽ ആംഗിൾ? ഈ ആംഗിൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. എ പി സിയുടെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. സംശയം ഉണ്ടോ? ഈ ആംഗിളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിൽ സ്റ്റാർട്ട് ചെയ്ത വേറെ ഏതെങ്കിലും ആംഗിൾ തന്നിട്ടുണ്ടോ നോക്കടാ. ഉണ്ട്. ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എയിലും സിയിലും തന്നെ സ്റ്റാർട്ട് ആയിട്ടുള്ള വേറൊരാളുണ്ട് 20. സംശയം ഉണ്ടോ? എയിലും സിയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വേറൊരാൾ ആരാണ്? 20. ഡൗട്ട് ഉണ്ടോ? സംശയം ഉണ്ടോ? ക്ലിയർ അല്ലേ? പക്ഷെ നിങ്ങൾ നോക്കാം, ഇതാണ് നമ്മളെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇയാളെ സെൻട്രൽ ആംഗിൾ. അപ്പൊ ഇയാൾ 20 ആണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കും? 40. നേരത്തെ പറഞ്ഞു ഇയാളുടെ ഇരട്ടി ആയിരിക്കും ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്. സംശയം ഉണ്ടോ? ഇയാളുടെ ഇരട്ടി ആയിരിക്കും ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ പകുതി. നിങ്ങൾ ഈ ഫിഗർ കിടക്കുന്നത് ഇങ്ങനെയാണ്. ഇതിങ്ങനെ ചെറുതായിട്ട് ആ ഫിഗർ കിടക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഫിഗർ കിടന്നിട്ട് ഇതാണ്ട് ഇങ്ങനെ, പിന്നെ എന്താ ഇങ്ങനെയാ കിടക്കുന്ന ഫിഗർ. മനസ്സിലായോ? അപ്പം ഇയാളുടെ ഇരട്ടി ആയിരിക്കും ഇത്, അല്ലെങ്കിൽ ഇയാളുടെ പകുതി ആയിരിക്കും ഇത്. അപ്പൊ ഇത് 20 ആണെങ്കിൽ ഇത് എത്രയാണ്? 40. കാരണം രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് എയിലും സിയിലും അല്ലേ കുട്ടികളെ? അപ്പൊ സെൻട്രലിൽ വരുന്ന ആംഗിൾ എപ്പോഴും പൊണ്ണ ആംഗിൾ, വലിയ ആംഗിൾ, ഇരട്ടി ആംഗിൾ എന്ന് പഠിക്കുക. അതിന്റെ സർക്കിളിൽ ഉണ്ടാകുന്ന ആംഗിൾ ചെറിയ ആംഗിൾ. അപ്പൊ സെൻട്രലിലുള്ള എങ്ങനെ പഠിച്ചാൽ സെൻട്രലിലുള്ള ആംഗിളാണ് വലിയ ആംഗിൾ. അപ്പൊ അവൻ ഇരട്ടിയും ആ സെയിം എന്താണ് എയിലും സിയിലും ബേസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇപ്പുറത്ത് വരുന്ന ആംഗിൾ അവന്റെ പകുതിയാണെന്ന് പഠിക്കുക. അപ്പൊ ഇത് 20, ഇത് 40. ക്ലിയർ ആണ്? ഈ മോഡൽ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കും കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ വേണമെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ എക്സാം റിപ്പീറ്റ് ചെയ്ത് വരാം. ക്ലിയർ ആണ്? ആംഗിളിന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇത് ഭയങ്കര ഇമ്പോർട്ടന്റും ആണ്, ഈസിയും ആണ് കേട്ടോ. സ്ഥിരം ചോദിക്കാറുണ്ട്. ഈ വർഷം ഇത് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മളെ സെക്കൻഡ് പാർട്ട്. അപ്പൊ ഇതിലൊരു 4 ക്വസ്റ്റ്യൻ. ഈ പാർട്ടിന്റെ പ്രത്യേകത ഇതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. കുറച്ചും കൂടെ ലെവൽ ചേഞ്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് വളരെ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് A+ ഷുവർ ആണ്. നമ്മൾ 101 ചോദ്യങ്ങൾ ആൻസേഴ്സും അപ്ലോഡ് ചെയ്ത് എല്ലാ ചാപ്റ്ററിനും. എനിക്ക് ഈ 2 പാർട്ടാകുമ്പോൾ സർക്കിൾസ്, ചില ചാപ്റ്റേഴ്സ് വലുതാണ്, സർക്കിൾസ്, ടാൻജൻസ്, ട്രഗണോമെട്രി, ഈ ചാപ്റ്റേഴ്സ് നിന്നാണ് കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് തരും. ബാക്കി കുറച്ച് ചാപ്റ്റർ ഈസി ചാപ്റ്റേഴ്സ് ഉണ്ട്, ചാൻസസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതിന് കുറച്ച് പോളിനോമിലൊക്കെ ഈസി, അങ്ങനെ കുറച്ച് ഈസി ചാപ്റ്റേഴ്സ് ഉണ്ട്. പോളിനോമിൽ നിങ്ങൾക്ക് ഈസി ആണെന്ന് അറിയത്തില്ല, നമുക്ക് പ്രോബ്ലംസ് എടുക്കാം. ഓക്കെ, കുറച്ച് ഈസി ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറവും, ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് എന്തായാലും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് പാർട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.